ഫാത്തിമ വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളോട് മല്ലടിച്ചുകൊണ്ട് സ്കൂളിൽ വന്നൊരു വിദ്യാർത്ഥിനിയാണ്. അവള് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് തന്നെ അവളുടെ ഉപ്പ മരണപ്പെട്ടു പോയി. പിന്നീട് അവൾക്ക് ഏക ആശ്രയം അവളുടെ ഉമ്മയായിരുന്നു. ഐന്തൂരിലെ ജനങ്ങളുടെയൊക്കെ സഹായങ്ങളും പിന്തുണയും പ്രോത്സാഹനമൊക്കെ അവർക്ക് കിട്ടുകയും ചെയ്തിരുന്നു. പക്ഷേ വളരെ ടീച്ചറുടെ നിർബന്ധവും പ്രോത്സാഹനവും ഒപ്പം ഞങ്ങൾ അധ്യാപകരൊക്കെ അതിലിടപെട്ടു. അങ്ങനെ പിറ്റേന്ന് രാവിലെ അവളെ പരീക്ഷയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചെന്ന സമയത്ത് ഉമ്മ വെന്റിലേറ്ററിൽ ഏതാണ്ട് മരണത്തിൻ്റെ വക്കിലെത്തിയ അവസ്ഥയിലായിരുന്നു. ആശുപത്രി ജീവനക്കാരും ഞങ്ങൾ അധ്യാപകരും കൂടി തീരുമാനിച്ച കാര്യം കുട്ടിയെ ഈ വിവരം അറിയിക്കേണ്ടെന്നായിരുന്നു. അവൾ പരീക്ഷ എഴുതട്ടെ, അവളെ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുവരാമെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ അവളെയും കൊണ്ട് ആശുപത്രിയിൽ നിന്ന് സ്കൂളിലേക്ക് വന്ന് പരീക്ഷ എഴുതിപ്പിച്ചു. ഉമ്മയുടെ മരണവിവരം അറിയാതെ അവൾ സാമൂഹ്യശാസ്ത്ര പരീക്ഷ എഴുതി. ഇപ്പോൾ അവൾക്ക് SSLC റിസൾട്ട് വന്നപ്പോൾ സാമൂഹ്യശാസ്ത്രം ഉൾപ്പെടെ എല്ലാ വിഷയങ്ങൾക്കും അവളെ A+ നേടിയിരിക്കുകയാണ്. അനാഥാവസ്ഥയിലാണ് ഫാത്തിമ. പഠിക്കാൻ അവൾ മിടുക്കിയാണ്. അവൾക്ക് കൈത്താങ്ങായി നാട്ടുകാരും പള്ളി കമ്മിറ്റി ഭാരവാഹികളും ഞങ്ങൾ സ്കൂളിലെ അധ്യാപകരും ഒക്കെ അവളുടെ കൂടെയുണ്ട്. അവൾക്ക് എത്രമാത്രം പഠിക്കാൻ കഴിയും അത്ര കാലം അവളുടെ കൂടെ തുണയായി നിൽക്കാൻ എല്ലാവരും തയ്യാറാണ്. ബന്ധുക്കൾ അവളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഫാത്തിമ അനാഥയായില്ല. അവൾ പഠിച്ച് മിടുക്കിയായി ഏറ്റവും ഉയരങ്ങളിലെത്തും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങളെല്ലാവരും. ഈ വർഷത്തെ SSLC വിജയം ഞങ്ങളെ സംബന്ധിച്ചും പാരൻസിനെ സംബന്ധിച്ചും ഈ നാട്ടുകാരെ സംബന്ധിച്ചും വളരെയധികം അഭിമാനാർഹമായിട്ടുള്ള ഒരു നേട്ടമാണ്. 173 കുട്ടികളും പാസ്സായി എന്നതിലുപരി ഏകദേശം 18% കുട്ടികൾ ഫുൾ A+ അവർക്ക് നേടാനായി എന്നുള്ളത് വളരെയധികം അഭിമാനാർഹമായിട്ടുള്ള ഒരു നേട്ടമാണ്. അതിന് കൂടെ തന്നെ പറയേണ്ട ഒരു നേട്ടം ഞങ്ങളുടെ സ്കൂളിലെ ഫാത്തിമയുടെ വിജയമാണ്. അതായത് ഫാത്തിമ ജീവിതത്തിൽ വളരെയധികം പ്രയാസകരമായിട്ടുള്ള പല ഘട്ടങ്ങളിലൂടെയും കടന്നുപോയിട്ടുണ്ട്. അതുമാത്രമല്ല, പരീക്ഷാ സമയത്ത് പ്രത്യേകിച്ചും അവസാന പരീക്ഷകളിലെ ആ സമയത്ത് അവളുടെ ഉമ്മ മാത്രമേ അവൾക്കുള്ളൂ. ഉപ്പ മരിച്ചു പോയിട്ടുണ്ട്. ആ സമയത്ത് വളരെയധികം ക്രിറ്റിക്കൽ കണ്ടീഷനിൽ പെട്ടെന്ന് ഒരു കിഡ്നി ഫെയിലിയർ വരികയും വളരെ ക്രിറ്റിക്കൽ കണ്ടീഷനിൽ ICUവിൽ അഡ്മിറ്റ് ആവുകയും ആ സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ സപ്പോർട്ടാണ്, ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടാണ് അവൾ തേടിയത്. അതിന് ആ അവസരോചിതമായി ഞങ്ങളുടെ സ്കൂളിലെ HMഉം അതേപോലെ എല്ലാ ടീച്ചേഴ്സും ആ സമയത്ത് നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് കൊടുത്ത് അവളെ പരീക്ഷ എഴുതിപ്പിക്കുകയെന്ന് മാത്രമല്ല, കുട്ടിയും അതിൽ നല്ല രൂപത്തിൽ പ്രയത്നിച്ചു. അതുകൊണ്ട് തന്നെ എല്ലാ വിഷയത്തിലും അവൾക്ക് A+ നേടാനാവുകയും ചെയ്തു. ആ ഒരു ഇരട്ടി മധുര സന്തോഷത്തിലാണ് ഞങ്ങളിപ്പോൾ. എനിക്ക് എന്നെ കൊണ്ട് പറ്റൂല. ടീച്ചറും ഇവിടുത്തെ എല്ലാ ടീച്ചേഴ്സും HM എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാത്രമാണ് എനിക്ക് ഈ വർഷം SSLCയിൽ ഫുൾ A+ വാങ്ങാൻ എന്നെ കൊണ്ട് സാധിച്ചത്.